വചനം തിരുവചനം മാനവരക്ഷാവചനം. ഹൃദയങ്ങളെ ഒരുങ്ങിയിടുക വചനത്തെ എതിരേൽക്കാൻ. നവീകരണ പ്രസ്ഥാനം നമുക്ക് ഓരോരുത്തർക്കും നൽകിയ ഏറ്റവും വലിയ ഒരു സംഭാവനയാണ്. എന്താണെന്ന് വെച്ചാൽ ഉപവാസത്തെക്കുറിച്ചുള്ള ഒരു വലിയ ഒരു ചിന്ത തിരുസഭയിൽ നൽകപ്പെട്ടത് നവീകരണ പ്രസ്ഥാനമാണ്. ഹല്ലേലൂയ. അതിനു മുമ്പെല്ലാം നമ്മളൊക്കെയും ഉപവാസം എടുത്തിരുന്നത് എന്നാണെന്ന് വെച്ചാൽ വിഭൂതിക്ക്, ദുഃഖവെള്ളിക്ക് ഉപവാസം എടുക്കുന്നു. അതല്ലാതെ നമ്മളൊരു ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ സഭ കൽപ്പനയിൽ പറയുന്നുണ്ട് ഉപവസിക്കണമെന്ന്. പക്ഷേ മറ്റുള്ള ആഴ്ചയിലൊന്നോ അങ്ങനെയുള്ള ഉപവാസങ്ങളോ നമ്മൾ ചെയ്യുക പതിവുണ്ടായിരുന്നില്ല. എന്നാൽ നവീകരണ പ്രസ്ഥാനം 72 കാലഘട്ടത്തിൽ വന്ന നവീകരണ പ്രസ്ഥാനമാണ് ഒരു എല്ലാ ആഴ്ചയിലും 1-2 ദിവസം ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കണമെന്നുള്ളൊരു കാര്യം തിരുസഭ നമ്മെ ഓർമ്മപ്പെടുത്തിയത് വിചിന്തനത്തിനായി നൽകപ്പെട്ടത്. ഹല്ലേലൂയ. മിജ്ജിഗോരി സന്ദേശം നമുക്ക് നൽകുമ്പോൾ ആ മിജ്ജിഗോരി സന്ദേശത്തിൽ 2 ദിവസത്തെ ഉപവാസം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബുധനാഴ്ച ദിവസങ്ങളിലും വെള്ളിയാഴ്ച ദിവസങ്ങളിലും ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധമ്മ മിജ്ജിഗോരി എന്ന സ്ഥലത്ത്, പോർച്ചുഗലിലെ മിജ്ജിഗോരി എന്ന സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അത് വെളിപ്പെടുത്തി തന്നുണ്ട്. ഹല്ലേലൂയ. യാക്കോബിറ്റ് സമുദായത്തിൽ, യാക്കോബിറ്റ് മതത്തിൽ 2 ദിവസം ഉപവാസമുണ്ട്. എന്നാണെന്ന് വെച്ചാൽ ബുധനാഴ്ച ദിവസവും ചൊവ്വാഴ്ച ദിവസവും അവർ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്. ഈ ഉപവാസത്തെക്കുറിച്ച് പറയുന്നതിൻ്റെ കാരണം, ഉപവാസം എടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുക. ഇവിടെ 1-2 കുടുംബം ഇവിടെ വന്ന് ധ്യാനം കൂട്ടിയത് ഓർക്കുക. അവർക്ക് ബ്രെഡും വെള്ളമൊക്കെയും കാണാൻ ഒന്നും വലിയ കാര്യമല്ല. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ചേട്ടൻ വന്ന് പറഞ്ഞിട്ട് അവിടെ കഞ്ഞി കൊടുക്കണ്ട വെച്ചാൽ അവിടെ കറി കൊടുക്കണം, ചമ്മന്തി കൊടുക്കണം. ഇവിടെ ഒരു കാലഘട്ടത്തിൽ ഇവിടെയും ചായയും ബ്രെഡ് റോസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ പഴകൂളിയൊക്കെ കൊടുത്തിരുന്നു. മാറ്റിയത് എന്താണെന്ന് വെച്ചാൽ അച്ഛന്മാരുടെ ഒരു നവീകരണ ധ്യാനത്തിൽ ചെന്നപ്പോൾ, ഒരു കരിസ്മേരി ധ്യാനത്തിൽ അവിടെ കൗൺസിലർ പറഞ്ഞു, അച്ഛനോടൊരു കാര്യം കർത്താവ് പറയുന്നു, മെജ്ജിഗോരി സന്ദേശം നടപ്പിലാക്കാൻ. മെജ്ജിഗോരി സന്ദേശത്തിൽ ഇപ്രകാരമാണ്: ഉപവാസം എടുക്കുകയും അന്ന് ദിവസം വെള്ളവും അതുപോലെ തന്നെ ബ്രെഡും കഴിച്ച് പാപപരിഹാരം ചെയ്യാനാണ്. അപ്പോൾ ഇവിടെ ശുശ്രൂഷകർ പാത്രമൊക്കെ മേടിക്കുന്ന കാര്യം ഓർക്കാണ്. എല്ലായിടത്തും ചെയ്യുന്നത് എല്ലാവരും ചെയ്യണമല്ലോ, അങ്ങനെയാണല്ലോ പതിവ്. ഹല്ലേലൂയ. തൊട്ടടുത്ത വീട്ടിൽ എന്തെങ്കിലും ചെയ്താൽ മറ്റെല്ലാവരും അത് ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ ഇവിടെ പാത്രമൊക്കെ മേടിച്ച് ഭക്ഷണം ഉണ്ടാക്കണം, കഞ്ഞി ഉണ്ടാക്കണം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കർത്താവ് മെസ്സേജ് ചെയ്യുന്നത്. കാരണം മെസ്സേജ് എന്തുകൊണ്ട് തന്നു എന്ന് വെച്ചാൽ വേറൊരു തെറ്റിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ്. നമുക്കിവിടെ അത് സന്ദേശം കിട്ടിയതിന് ശേഷം ഉപവാസ പ്രാർത്ഥനയാണ് നടത്തുന്നത്. ആ ഉപവാസ പ്രാർത്ഥനയിൽ നമ്മൾ ലഘുഭക്ഷണം കൊടുക്കും. അത് ബ്രെഡ് വെഞ്ചരിച്ചും വെള്ളം വെഞ്ചരിച്ചുമാണ്. ഹല്ലേലൂയ. അതിൻ്റെ കാരണം അത് ഉപവാസം എടുത്ത് നമ്മുടെ ശരീരത്തെ എളിമപ്പെടുത്തുന്നതാണ്. തെർത്തുല്യൻ ഇപ്രകാരം പറയുന്നുണ്ട്. പറയണത് നമ്മുടെ അധരത്തിനും ഉദരത്തിനും ഉപവാസം വേണം. നോമ്പെന്ന് പറയുന്ന സമയം എന്ന് വെച്ചാൽ നമ്മുടെ അധരത്തിനും ഉദരത്തിനും ഉപവാസം പ്രഖ്യാപിക്കുന്ന ഒരു സമയമാണ് ഇത് പറയുന്നത്. ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ അടുത്ത് ഇരിക്കുക, അടുത്തായിരിക്കുക, ഒന്നിച്ച് വസിക്കുക, കൂടെ ആയിരിക്കുക, ഒപ്പമായിരിക്കുക, സമീപത്തായിരിക്കുക. ആരോടാണെന്ന് വെച്ചാൽ ദൈവത്തോട് ഒത്തായിരിക്കുക. യേശു 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചു. ആരോടൊപ്പമായിരുന്നു വെച്ചാൽ പിശാചിനോടായിരുന്നോ അതോ കർത്താവിനോടായിരുന്നോ? 40 ദിവസം പിതാവായി ദൈവത്തോട് ചേർന്ന് ഉപവസിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇപ്രകാരം പറയാണ്, അവനെ സാത്താൻ പരീക്ഷിച്ച് മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഉപവാസത്തിൽ 40 ദിവസത്തെ ഉപവാസം കഴിഞ്ഞപ്പോൾ ടെസ്റ്റ് ചെയ്തത് ആരാണെന്ന് വെച്ചാൽ ആരാണ്? സാത്താനാണ് ടെസ്റ്റ് ചെയ്തത്. ഹല്ലേലൂയ. നമ്മുടെ ചേട്ടന്മാരൊക്കെ 40-50 ദിവസം കഴിയുമ്പോൾ ഉപവാസം എടുത്തിട്ട് കഴിയുമ്പോൾ സാത്താൻ പരീക്ഷിക്കാറുണ്ട്. അത് ഏത് ദിവസമായിരിക്കും? വീട്ടിലെ ചേട്ടന്മാർ 40-50 ദിവസത്തെ ഉപവാസമല്ല, നോമ്പെടുക്കും. 25 നോമ്പെടുക്കും, 8 നോമ്പ് എടുക്കും, 15 നോമ്പ് എടുക്കും. എന്നിട്ട് അവസാനം ആര് പരീക്ഷിക്കാൻ വരും? സാത്താൻ പരീക്ഷിക്കാൻ വരും. അന്ന്
അത്രയും നാൾ പൊട്ടിക്കാത്ത കുപ്പികളെല്ലാം അന്ന് പൊട്ടിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുട്ടികൾക്ക് വലിയ മദ്യം കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് വല്ല ബീറോ അല്ലെങ്കിൽ വൈനോ കൊടുക്കും. ഹല്ലേലൂയ. ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിനോട് ചേർന്നിരിക്കുക, ചേർന്ന് വസിക്കുക, ഒട്ടിച്ചേർന്നിരിക്കുക ചെയ്യുക. കർത്താവ് ജയമായ കർത്താവ് ചെയ്യും. അതുകൊണ്ട് ഉപവാസത്തെക്കുറിച്ച്, ഉപവാസം നടത്തുന്ന ഒരു വ്യക്തിക്ക് കിട്ടുന്ന കൃപയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഉപവാസം ചെയ്താലാണ് അതിൻ്റെതായ കൃപകളും അഭിഷേകവും നിറയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരീക്ഷയെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ഭയമാണ്. പക്ഷെ പരീക്ഷ എഴുതി ജയിച്ചാലാണ് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഉപവാസം എടുക്കുന്നത് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും, ഒരു ക്ഷീണമായിട്ട് തോന്നും, തളർച്ചയായിട്ട് തോന്നും. അല്ലെങ്കിൽ എങ്ങനെ അങ്ങനെ പറയുന്ന പിള്ളേരോട് എങ്ങനെ ഉപവാസം എടുക്കും? ഇപ്പോഴത്തെ കാലത്ത് പിള്ളേരോട് ഉപവാസം പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബന്ദ് പ്രഖ്യാപിക്കുന്ന പോലെയാണ്. ബന്ധിനെന്താണെന്ന് അടിയും കുത്തും തല്ലൊക്കെ ഉണ്ടാവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉപവാസം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സഭാപിതാവ് പറയാണ് രണ്ട് കാര്യങ്ങളുള്ള ഉപവാസം എടുക്കുക. ഒന്ന്, അധരത്തിന് ഉപവാസം ചെയ്യുന്നു. രണ്ട്, ഉദരത്തിന് ഉപവാസം. അധരവും ഉദരവും ഉപവാസം ചെയ്താൽ മാത്രമേ നമുക്ക് വിശുദ്ധരായിട്ട് ജീവിക്കാൻ പറ്റുകയുള്ളൂ. കാരണം എന്താ? ഉദരത്തിനും ഒരു ഉപവാസം ആവശ്യമാണ്. നമ്മുടെ വീട്ടിലെല്ലാം ക്ലീനിങ്ങിൻ്റെ സമയത്ത് അറിയാം, എല്ലാ സ്ഥലങ്ങളും ക്ലീൻ ചെയ്യും അല്ലേ? ക്ലീനിങ് എന്ന് പറഞ്ഞാൽ അത് വലിയ ക്ലീനിങ് ആയിരിക്കും. അലക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അമ്മ എല്ലാ ഭാഗത്തുനിന്ന് വേസ്റ്റ് സാധനങ്ങളെല്ലാം എടുത്ത് അലക്കി ശുദ്ധീകരിക്കും. അതേപോലെ തന്നെ നോമ്പ്, 50 നോമ്പ് 25 നോമ്പ് എന്ന് പറഞ്ഞാൽ അത് നമ്മളെ ശുദ്ധീകരിക്കുന്നതാണ്, കഴുകി വെടുപ്പാക്കുന്ന. അങ്ങനെ ചെയ്താൽ 58-ാമത്തെ യെശയ്യാ പ്രവചന പുസ്തകത്തിൽ 11-ാമത്തെ തിരുവചനം തൊട്ട് ഇപ്രകാരം പറയാം: കർത്താവ് നിന്നെ നിരന്തരം നയിക്കും. ഒരു ഉപവാസം എടുക്കുന്ന ഒരു വ്യക്തിയെ ദൈവമായ കർത്താവ് നിരന്തരം അവനെ നയിക്കും. അതുകൊണ്ടാണ് ദൈവം 40 ദിവസം ഉപവാസം എടുത്തു. ദൈവത്തെ ആര് നയിച്ചു? യേശുവിനെ പിതാവായ ദൈവം നയിച്ചു. ഹല്ലേലൂയ. അവന് ശക്തി നിറഞ്ഞു, അവനിൽ ക്രമം നിറഞ്ഞു. അതുകൊണ്ട് പറയാണ്, കർത്താവ് നിന്നെ നിരന്തരം. ഒന്നാമത്തെ വാഗ്ദാനം അതാണ്, നിരന്തരം നിന്നെ കർത്താവ് നയിക്കും. മരുഭൂമിയിലും മരുഭൂമി സമൃദ്ധിയുടെ സ്ഥലമാണോ? അല്ലല്ലോ. പക്ഷെ പറയാണ്, നീ മരുഭൂമി പോലെ ആയിരിക്കുകയാണെങ്കിലും, നീ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നീ മരുഭൂമിയിൽ സമൃദ്ധി കണ്ടെത്തുന്ന വ്യക്തിയായിട്ട് മാറാം എന്ന് പറഞ്ഞാൽ ആ മരുഭൂമി അവസ്ഥ മാറ്റി കൃപ കൊണ്ടുവരും. അതുകൊണ്ടാണ് തകർന്നിരിക്കുന്ന ഒരു വ്യക്തിയോട് ഉപവാസം എടുക്കണം, പ്രാർത്ഥിക്കണം, പ്രായശ്ചിത്തം ചെയ്യുന്നതന്നെ പറഞ്ഞു. പ്രായശ്ചിത്തവും പ്രാർത്ഥനയും ഈ ഉപവാസം ഉണ്ടെങ്കിൽ മാത്രമേ അത് കൃപയായി തീരുള്ളൂ. മൂന്നാമത്തെ കാര്യം, അങ്ങനെ നിൻ്റെ അസ്ഥികളെ ബലപ്പെടുത്തും. നിൻ്റെ ക്ഷീണിച്ചിരിക്കുന്ന, നീ രോഗിയായിരിക്കുന്ന അവസ്ഥകൾ, നീ ക്ഷീണിച്ചിരുന്ന അവസ്ഥകൾ, തകർന്നിരിക്കുന്ന, കടബാധ്യതയായിരിക്കുന്ന അവസ്ഥകളിൽ നിന്നെ ഞാൻ സ്ഥിരപ്പെടുത്തും, നിൻ്റെ അസ്ഥികളെ ഞാൻ ബലപ്പെടുത്തും. നാലാമത്തെ കാര്യം പറയാണ്, നനച്ചു വളർത്തിയ തോട്ടം പോലെയും നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെയും വറ്റാത്ത നീരുറവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഡാമിൽ പോയി കഴിഞ്ഞാൽ വെള്ളമില്ല അല്ലേ? പുഴയിൽ പോയി കഴിഞ്ഞാൽ വെള്ളമില്ല, അല്ലെങ്കിൽ തോടുകളിൽ പോയി കഴിഞ്ഞാൽ വെള്ളമില്ല, കുളങ്ങളിൽ പോയാൽ വെള്ളമില്ല. പക്ഷെ ഇവിടെ പറയാണ്, നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെയും വറ്റാത്ത നീരുറവ. ഒരിക്കലും വറ്റാത്ത നീരുറവയായിട്ട് ഞാൻ നിന്നെ മാറ്റും. എന്ത് ചെയ്താലോ? ഉപവാസം, പ്രാർത്ഥന, പ്രായശ്ചിത്തം ചെയ്താൽ, പരിഹാരം ചെയ്താൽ. ഹല്ലേലൂയ. അഞ്ചാമത്തെ കാര്യം ഇതാണ് പറയണത്, പുരാതന നഷ്ടതിഷ്ടങ്ങൾ നീ പുനരുദ്ധരിക്കും. നിൻ്റെ കുടുംബത്തിൽ തകർന്നുകൊണ്ടിരിക്കുന്ന നിൻ്റെ കുടുംബ വൃക്ഷത്തിൻ്റെ വേരുകളെ നീ പണിതുയർത്തും, അല്ലെങ്കിൽ നീ പുനരുദ്ധരിക്കും. അപ്പോൾ ഉപവാസം ആവശ്യമാണോ? ആണ്. ഹല്ലേലൂയ. ഇവിടെ പറയുന്ന ചേട്ടന്മാർ ഇവിടെ ബ്രെഡ് കൊടുത്തിട്ട് പോയി ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചവരുണ്ട്. അവർക്കൊന്നും ഈ ഉപവാസത്തെക്കുറിച്ച് പറഞ്ഞാൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു ബോധ്യമോ അറിവോ ഉണ്ടാവില്ല. ഉണ്ടാവണമെങ്കിൽ എന്താ കഴിഞ്ഞാൽ കാരണവന്മാർ നമ്മളെ ഇത് പഠിപ്പിക്കണം. ഹല്ലേലൂയ. ആറാമത്തെ കാര്യം വലുതാണ്, അനേകം തലമുറകളുടെ അടിസ്ഥാനം. അപ്പോൾ തലമുറ, തകർന്നു കിടക്കുന്ന തലമുറകളുടെ അസ്ഥിവാരങ്ങൾ നീ പുനരുദ്ധരിക്കും. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ തലമുറകളെ തകർന്നു കിടപ്പുന്നുണ്ടെങ്കിൽ ആ തലമുറകളുടെ അസ്ഥിവാരം പുനരുദ്ധരിക്കാൻ വേണ്ടി കർത്താവ് തിരഞ്ഞെടുക്കുന്ന വ്യക്തി നോമ്പ്, ഉപവാസം, പ്രാർത്ഥന, പ്രായശ്ചിത്ത പ്രവൃത്തികൾ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അവനിലൂടെ അത് പുനരുദ്ധരിക്കും.
അല്ലേലും യേശുവിൻ്റെ തലമുറ തകർന്നു കിടക്കുന്ന ഒരു തലമുറയായിരുന്നു. ആണോ? ആയിരുന്നല്ലോ. ആരാ? ദാവീദ്, ബത്ശബ, റൂത്ത്, താമാർ, അങ്ങനെയുള്ള ഉണ്ടായിരുന്നു. പക്ഷേ പരിശുദ്ധ അമ്മയുടെ തലമുറ അല്ലെങ്കിൽ ജോവാക്കീം അന്നായും അതിന് പരിഹാരം ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവിടെ മക്കളിലൂടെ നിലനിൽക്കുന്ന ഒരു തലമുറയെ കർത്താവ് പുനരുദ്ധരിച്ചു. ജോവാക്കീൻ്റെ അന്നായുടെ മകളായ പരിശുദ്ധ അമ്മയിലൂടെ ജനിച്ച യേശു ക്രിസ്തു ലോകം മുഴുവനുമുള്ള മനുഷ്യ മക്കളുടെ കുടുംബ ബന്ധങ്ങളെ തകർന്നു കിടക്കുന്ന തലമുറകളെ പുനരുദ്ധരിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ജോവാക്കീമും അന്നായുമാണ്. അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. മക്കളില്ലാതിരുന്നുകൊണ്ട് അവരെന്ത് ചെയ്തു? അവർ മരുഭൂമി പോയി. ആ ജോവാക്കീം 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവന് ദർശനം കൊടുത്ത് അവന് വാഗ്ദാനം ചെയ്യപ്പെട്ട വ്യക്തിയായിരുന്നു പരിശുദ്ധ അമ്മ. അല്ലേലിയ. അപ്പോൾ നമുക്ക് തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ, മക്കളില്ല, വിവാഹം നടക്കുന്നില്ല, അല്ലെങ്കിൽ സാമ്പത്തിക പരാജയമാണ്, നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കർത്താവിൻ്റെ സന്നദ്ധിയിൽ ഉപവസിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കണം. 40 വീണ്ടും പറയാണ്, നിന്റെ വീട്ടിലെ പൊളിഞ്ഞ മതിലുകളെല്ലാം അവൻ ആ ഉപവാസം എടുത്ത് പരിത്യാഗം ചെയ്ത് പ്രാർത്ഥിച്ച് ചെയ്യുന്ന വ്യക്തി പുനരുദ്ധരിക്കും. പൊളിഞ്ഞു കിടക്കുന്ന നിന്റെ കുടുംബത്തിൻ്റെ മതിലുകളെ ഈ പുനരുദ്ധരിക്കാൻ ദൈവം തിരഞ്ഞെടുക്കുന്ന വ്യക്തി ആത്മീയ മനുഷ്യനായിട്ട് മാറും. അടുത്തത് പറയാണ്, നിന്റെ ഭവനങ്ങൾക്ക് കേടുപോക്കുന്നവനും നീ വിളിക്കുക. ഭവനങ്ങൾക്ക് കേടുപോക്കുക, ഹോളുകളോ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് പറയാം തലമുറയുടെ വേരുകൾ അറ്റുപോകുന്ന വിധത്തിൽ ഹോളുകളോ തുളകളോ വന്ന് നിൻ്റെ തലമുറ തകർന്നു പോകുന്നുണ്ടെങ്കിൽ നീ ഉപവസിച്ച് കർത്താവിനോട് ചേർന്നൊരു പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിൻ്റെ ഭവനങ്ങളുടെ കേടുപോക്കുന്നവനായിട്ട് നീ മാറും, നീ വിളിക്കപ്പെടും. അടുത്ത് പറയാണ്, സാബത്ത് എന്ന് പറഞ്ഞ സാബത്തൊന്നും വലിയ കാര്യമായിരിക്കില്ല. അല്ലെങ്കിൽ ഉപവാസം എടുക്കാത്തവന്, അല്ലെങ്കിൽ നോമ്പെടുക്കാത്തവന്, പ്രായശ്ചിത്ത പ്രവൃത്തികൾ ചെയ്യാത്തവന്, പ്രാർത്ഥിക്കാത്തവന് ഈ സാബത്തെന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല. ഒരു ഞായറാഴ്ച കുർബാനയ്ക്ക് പോയി അച്ഛനൊരു കാസയിൽ ഓസ്തി വീഞ്ഞെടുക്കും, മറു പീലാസയിൽ ഓസ്തി എടുത്തിട്ട് പറയും ഇതെൻ്റെ ശരീരമാണ്, ഇത് ആർക്കറിയാം? അല്ലേ? അങ്ങനെയല്ലേ പറയുന്നത്? അല്ലേ? അത് കൂദാശയാണെന്ന് തിരിച്ചറിയണമെങ്കിൽ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് നമ്മൾ നോക്കണം. അല്ലേ? കഴിഞ്ഞ ദിവസം ചേച്ചിയുടെ പറഞ്ഞൊരു കാര്യം ഓർക്കുകയാണ്. രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എന്തുണ്ടായിരുന്നു? മകന് കഠിനമായ 3 മാസത്തെ പരിശീലനത്തിൽ നല്ല വിജയം വരിക്കാൻ സാധിച്ചു. രണ്ടാമത്തെ മകന് പരീക്ഷയിൽ വിജയിക്കാൻ സാധിച്ചു. പുലർച്ചെ 5:45 പോകുന്ന വഴിക്ക് പട്ടിയുണ്ട്, കാട്ടുമൃഗങ്ങളൊക്കെ ഉണ്ട്. കൂട്ടുവിളിക്കുന്നത് ആരെയാണെന്ന് വെച്ചാൽ ഭർത്താവിനെയല്ല, അല്ലെങ്കിൽ മക്കളെയല്ല, പരിശുദ്ധ അമ്മയെ കൂട്ടുവിളിക്കും. അപ്പോൾ പറയാം, എനിക്ക് മുമ്പ് ഒരാൾ പോകുന്നത് കാണാം, ഞാൻ പള്ളിയിൽ എത്തിക്കഴിയുമ്പോൾ ആൾക്കാർ മാറിപ്പോകുന്നതും കാണാം. അല്ലേലിങ്ങ. അതുകൊണ്ട് തുറന്നു വരുന്നത് അതിൽ 14-ാമത്തെ വാക്യം വായിക്കാം, നീ കർത്താവിൽ ആനന്ദം കണ്ടെത്തും. അല്ലേലിങ്ങ. ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങളിലൂടെ നിന്നെ ഞാൻ സവാരി ചെയ്യും. ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങളിലൂടെ നിന്നെ ഞാൻ സവാരി ചെയ്യും. നമ്മുടെ മക്കൾ വിദേശ രാജ്യങ്ങളിൽ പോയത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ പൂർവികർ ദൈവകൽപ്പന പാലിക്കുന്നവരും ഞായറാഴ്ച ദിവസവും കർത്താവിൻ്റെ ദിവസവും പരിശുദ്ധമായിട്ട് ആചരിക്കുന്നവരായതുകൊണ്ടാണ്. ആദ്യകാലങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മക്കൾ പോയി വിദേശ രാജ്യങ്ങളിൽ അവർ പ്രാർത്ഥനയും പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് ആ ദേശത്ത് വിശ്വാസം നഷ്ടപ്പെട്ടവർ വിശ്വാസം തിരിച്ചറിഞ്ഞത് നമ്മുടെ ആദ്യകാലത്ത് പോയ നമ്മുടെ മക്കളിലൂടെയാണ്. അല്ലേലിയ. UK-ലൊക്കെയും പൂട്ടപ്പെട്ട പള്ളികളെല്ലാം അവർ തിരിച്ചു പിടിച്ചു. ഓസ്ട്രേലിയ, കാനഡ, ആ പൂട്ടപ്പെട്ട പള്ളികളെല്ലാം നമ്മുടെ പിള്ളേർ പോയിട്ട് പ്രാർത്ഥിച്ച് അവർ തിരിച്ചു പിടിച്ചു. അത് വില കൊടുത്ത് വാങ്ങി. കാരണം എന്താ? ദേവാലയത്തെക്കുറിച്ചുള്ള ഒരു അവബോധം, ദൈവത്തിൻ്റെ ആലയമാണെന്നുള്ള ചിന്ത അവർക്ക് കിട്ടും. അല്ലേലിയ. ഇപ്പോൾ പോകുന്ന കുട്ടികൾ അങ്ങനെയല്ല. ഇപ്പോൾ പോകുന്ന കുട്ടികൾ എന്തെങ്കിലും പഠിക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യകാലത്ത് പോകുന്നവർ പ്രാർത്ഥിച്ച് കഷ്ടപ്പെട്ട് അവരെന്തെങ്കിലും ജോലി കിട്ടണമെന്ന് പോകുമ്പോൾ ആദ്യം നമുക്കറിയാം, നമ്മുടെ കാരണവന്മാർ ഈ മലകൾ കീഴ്പ്പെടുത്തിയത് എങ്ങനെയാണ്, മലകളിലേക്ക് താമസം മാറ്റിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ വന്നാൽ ആദ്യം ചെയ്യുന്നത് കപ്പ കൊള്ളി കൊത്തുകയോ അല്ലെങ്കിൽ വാഴ വയ്ക്കുകയോ അല്ലെങ്കിൽ തെങ്ങ് നടുകയോ അല്ലെങ്കിൽ റബ്ബർ വയ്ക്കുകയോ അല്ല ചെയ്യുന്നത്. ആദ്യം ചെയ്യുന്ന അവരിതാണ്, ഒരു കുരിശടി സ്ഥാപിക്കും. അച്ഛന്മാരൊന്നും ഉണ്ടാവില്ല.
ഹല്ലേലൂയ. അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ എവിടെയെങ്കിലും ഒരു ഷെഡോ അല്ലെങ്കിൽ ഒരു വീട്ടിൽ ഒരു കുർബാന ചെല്ലാൻ വേണ്ടി എവിടെന്നെങ്കിലും അച്ഛന്മാരെ കൊണ്ടുവന്ന് കുർബാന ചെല്ലിക്കുക, അതിൽ നിന്ന് വിശുദ്ധ കുർബാന സ്വീകരിച്ച് ആ ശക്തി കൊണ്ടാണ് കാടിനോടും കാട്ടുമൃഗങ്ങളോടും ഇഴജന്തുക്കളോടും ആദിമ സഭയിലെ വിശ്വാസികൾ മല്ലടിച്ച് അവർ ഫൈറ്റ് ചെയ്ത് ജീവിച്ചത്. ഹല്ലേലൂയ. ഇന്ന് നമുക്കറിയാം, ഇന്ന് കാട്ടിലെ മൃഗങ്ങളെല്ലാം നാട്ടിലേക്ക് വന്ന് നമ്മുടെ കൂടെ വസിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായിട്ട് ആചരിക്കുന്ന കുടുംബങ്ങൾ, ദൈവകൽപ്പന പാലിക്കുന്നവർ, കർത്താവിൻ്റെ ദിവസം ആചരിക്കുന്നവരെ പറയാണ്, നീ കർത്താവിൻ്റെ ആനന്ദം കണ്ടെത്തുകയും ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങളിലൂടെ നിന്നെ ഞാൻ സവാരി ചെയ്യിക്കും. സവാരി ചെയ്യിക്കും എന്ന് പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിലൂടെ ഞാൻ കയറ്റും. ഹല്ലേലൂയ. ഞാനിരുന്ന ആദ്യത്തെ ഇടവകയിൽ അവർ എന്തെങ്കിലും പുതുപ്പണിക്ക് വരുന്നത് എന്നാണെന്ന് വെച്ചാൽ അവർ ഞായറാഴ്ച ദിവസം വരുള്ളൂ. ഞായറാഴ്ച ദിവസം വരുമ്പോഴേക്കും തലേ ദിവസം തൊട്ട് അതിൻ്റെ കാര്യങ്ങൾ പറയും. കപ്പ മേടിക്കണം, ഇറച്ചി മേടിക്കണം എന്ന്. ഈ കപ്പ ഇറച്ചിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അവർ പറയും കഴിച്ചിട്ട് ജോലി ചെയ്യാച്ചാന്ന് പറയും. കഴിച്ച് കഴിയുമ്പോൾ പിന്നെ എന്താണ്, റെസ്റ്റാണ്. അപ്പോൾ ഞാൻ അങ്ങനെ കൂട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ വസ്തുക്കൾ മേടിച്ചു കൊടുക്കുന്ന പൈസ ഉണ്ടെങ്കിൽ പണിക്കാരെ ഇറക്കി പണിയിപ്പിക്കാം, ഒരു സാപത്ത് ലംഘിക്കുകയും ചെയ്യില്ല. ഹല്ലേലൂയ. ഞാൻ ചെന്നപ്പോൾ 2 ഏക്കർ സ്ഥലമുണ്ട്, അതിലൊന്നും ചെയ്യാതെ കല്ലട്ടമടയായിട്ട് കിടക്കുക. അപ്പോൾ അവർ ആത്മാർത്ഥത്തോടെ റബ്ബറൊക്കെ ഞാൻ ആ പരിപാടി നിർത്തിയിട്ട് പണിക്കാരെ ഇറക്കി പണിയിപ്പിക്കാൻ തുടങ്ങി. അതിനുശേഷം ഉണ്ടായത് ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ എന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് കർത്താവ് കൊണ്ട് 8-9 രാഷ്ട്രങ്ങളിലൂടെ ഞാൻ സഞ്ചരിക്കാനും താമസിക്കാനും ഇടവന്നിട്ടുണ്ട്. ലൂർദിൽ പോയിട്ടുണ്ട്, അസീസിയിൽ പോയിട്ടുണ്ട്, ജർമ്മനിയിൽ പോയിട്ടുണ്ട്, അങ്ങനെ പല സ്ഥലം, ഹോളി ലാൻഡ് പോയിട്ടുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിലൂടെയും കർത്താവ് എന്നെ കൊണ്ടുപോകാനായിട്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നീ കർത്താവിൽ ആനന്ദം കണ്ടെത്തും, ലോകത്തെ ദൈവകൽപ്പനകൾ, ദൈവപ്രമാണങ്ങൾ നീ പാലിക്കണം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഇവിടെ ഉണ്ടായ ഒരു അനുഭവം പറയാണ്. ഒരു കുടുംബത്തിലെ കുടുംബാംഗങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടായി. അവരിവിടെ ഇരുന്ന് അപ്പോൾ കഴിഞ്ഞ ചൊവ്വാഴ്ച കുമ്പസാരിപ്പിക്കാൻ അച്ഛനുണ്ടായില്ല. ആ കുർബാന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തുണ്ടായിരുന്ന എന്താണെന്ന് വെച്ചാൽ, ഒരു പയ്യൻ പറഞ്ഞ പ്രകാരമാണ് 2 മൂക്കിലേക്കും സെൻറ്റ് കുപ്പി തുറന്നു വിട്ടതുപോലെ മണം അടിക്കുക. അവൻ ചുറ്റുപാടും നോക്കി, ഇവിടെ ആരെങ്കിലും സെൻറ്റ് തുറന്നു വിടണ്ടോന്നറിയാൻ. ഹല്ലേലൂയ. അവൻ ആദ്യമായിട്ട് ഇവിടെ ശുശ്രൂഷയ്ക്ക് വന്നത്. പിന്നെ അവനുണ്ടായ ഒരു ബോധ്യം ഇതാണ്, അവനൊരു പേപ്പർ മേടിച്ചിട്ട് ആ പേപ്പറിൽ ഉള്ളു തുറന്ന് കുമ്പസാരിക്കാനുള്ള കാര്യങ്ങൾ എഴുതി. അവൻ പറഞ്ഞ പ്രകാരമാണ്, പരിശുദ്ധ അമ്മ വന്ന് എന്നെ നന്നായിട്ടൊന്ന് അനുതപിച്ച് കുമ്പസാരിക്കാൻ എന്നെ സഹായിച്ചു. അവൻ 2-3 മാസം 3-4 മാസം ആയി കുമ്പസാരിച്ചു. പക്ഷേ അവൻ്റെ ജീവിതത്തിൽ ആദ്യം മുതലുള്ള എല്ലാ കാര്യങ്ങളും അവൻ വ്യക്തമായിട്ടും കൃത്യമായിട്ടും കുമ്പസാരിച്ചു. അവൻ എൻ്റെ അടുത്ത് തന്നെ കുമ്പസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെങ്ങനെയാണ്, ഇവിടെ 5 ദിവസത്തെ ധ്യാനമൊന്നും നടത്തിയില്ലല്ലോ. അപ്പോൾ അവൻ പറഞ്ഞു, ഇങ്ങനെയാണ് സംഭവം ഉണ്ടായിച്ചാൽ 2 മൂക്കിലേക്കും സുഗന്ധം അടിക്കുന്നു. സുഗന്ധം അടിക്കണമെന്ന് പറയുമ്പോൾ ഞാൻ ചിന്തിച്ചു, ഇവിടെ സുഗന്ധം തുറന്നിട്ടിട്ടുണ്ടാവും, എല്ലാവരും അടിച്ചിട്ട് മാതാവ് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയാൻ വേണ്ടി. ഹല്ലേലൂയ. അപ്പോൾ എൻ്റെ ചുറ്റെടുത്തിരിക്കുന്നവർക്ക് ഒരു കുഴപ്പമില്ല, അവർക്കൊന്നും മണം കിട്ടുന്നില്ല. എന്നിട്ട് അമ്മ വന്ന് എന്നെ കുമ്പസാരിക്കാൻ എന്നെ ഒരുക്കി അച്ഛാ. കാരണം ഒരു ജീവിതം നഷ്ടപ്പെടാതിരിക്കാൻ പരിശുദ്ധ അമ്മ ചെയ്യുന്ന കാര്യമാണ്. കാരണം കുടുംബ ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളെ പുനരുദ്ധരിക്കാൻ വേണ്ടി പരിശുദ്ധ അമ്മ വരും. ഹല്ലേലൂയ. അടുത്ത ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 31-ാം അധ്യായത്തിൽ 12-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം പറയാണ്, അവർ ജലസമൃദ്ധമായ തോട്ടം പോലെയാകും. അതിൻ്റെ തൊട്ടുമുമ്പ് വായിക്കാമോ? യാക്കോബിനെ വീണ്ടെടുത്തിരിക്കുന്നു, ബലിഷ്ഠകരങ്ങളിൽ നിന്ന് അവനെ രക്ഷിച്ചിരിക്കുന്നു. ആഹ്ലാദ ആരവത്തോട് അവർ സിയോൻ മലയിലേക്ക് വരും. കർത്താവിന്റെ വിശിഷ്ടദാനങ്ങളായ ധാന്യം, വീഞ്ഞ്, എണ്ണ, ആടുമാടുകൾ എന്നിവയാൽ അവർ സന്തുഷ്ടരാകും. അവർ ജലസമൃദ്ധമായ തോട്ടം പോലെയാകും. ജലസമൃദ്ധമായ തോട്ടം പോലെയാകും. അവർ ഇനി ഒരിക്കലും ദുഃഖിക്കുകയില്ല. അവൻ എനിക്ക് ഒരിക്കലും ദുഃഖിക്കുകയില്ല. അപ്പോൾ കന്യകമാർ നൃത്തം ചെയ്ത് അതുകൊണ്ട് പറയുന്നത്, ഒറിജിൻ സഭാപിതാവായ ഒറിജിൻ പറയുന്ന പ്രകാരമാണ്, ഒരുവൻ തൻ്റെ അതരങ്ങളോടും ഉദരത്തിൻ്റെ മേല് നിയന്ത്രണമില്ലെങ്കിൽ അവനെങ്ങനെ തിരുവചനം പഠിക്കാൻ പറ്റും? ഹല്ലേലൂയ. തൻ്റെ അതരങ്ങളുടെയും ഉദരങ്ങളുടെ മേൽ നിയന്ത്രണമില്ലെങ്കിൽ എങ്ങനെ ഒരുവന് തിരുവചനം പഠിക്കാൻ സാധിക്കുമെന്നാണ് സഭാപിതാവായ ഉർജൻ ചോദിക്കുന്നത്. അപ്പോൾ ഉപവാസം എന്ന് പറയുന്നത് നമ്മുടെ അതരങ്ങളുടെയും ഉദരങ്ങളുടെയും മേലുള്ള ഒരു നിയന്ത്രണം തരിക എന്നുള്ള.
അതുകൊണ്ട് നമുക്കറിയാം പേട്രിക്കിൻ്റെ മാർച്ചട്ട പ്രാർത്ഥന ഇപ്രകാരമാണത്. എന്താ അതിൽ ഇപ്രകാരം പറയുന്നുണ്ട്: എൻ്റെ ആത്മാവിന് ശരീരത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന ശത്രുവിൻ്റെ എല്ലാ ഉഗ്രശക്തികളും. അപ്പോൾ നമ്മുടെ ശരീരത്തോട് നമ്മൾ യുദ്ധം ചെയ്യണം, ആത്മാവിനോട് യുദ്ധം ചെയ്യണം. കാരണം എന്താ, ആത്മീയമായിട്ട് നമ്മൾ വളരണമെങ്കിൽ ഒരു യുദ്ധം നമ്മുടെ ജീവിതത്തിൽ വേണം, ആവശ്യമാണ്. ഹല്ലേലൂയ. ഒറിജിൻ ചോദിക്കുന്നു, ഉപവാസം മൂലം ഉദരം ശുദ്ധീകരിക്കുകയും അതരം അശുദ്ധമാക്കുകയും ചെയ്യുന്നവർക്ക് എന്ത് പറയാം? അപ്പോൾ ഉപവാസം മൂലം അതരം മാത്രമല്ല ശുദ്ധീകരിക്കുന്നത്, ഉദരം കൂടി ശുദ്ധീകരിക്കണമെന്ന് ഒരു സഭാപിതാവായ ഒറിജിൻ നമ്മെ ഓർമ്മിപ്പിക്കാം. ഉപവാസം ശരീരത്തിൻ്റെ ഭാരം കുറയ്ക്കുന്നു, ശരീരത്തിൻ്റെ ലഘുവാക്കുന്നു. അപ്പോൾ ഉപവാസം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് കിട്ടുന്ന കൃപയാണ് ഉപവാസം ശരീരത്തിൻ്റെ ഭാരം കുറയ്ക്കുന്നു. ഹല്ലേലൂയ. ഭക്ഷപദാർത്ഥങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ ഭാരം കുറയ്ക്കുന്ന നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷേ ഉപവാസം പറയാണ്, ഉപവാസം ശരീരത്തിൻ്റെ ഭാരം കുറയ്ക്കുന്നു, ശരീരത്തെ ലഘുവാക്കുന്നു, ഒക്കം ദീപ്തമാക്കുകയും ചെയ്യുന്നു, തന്മൂലം ഉദ്ധാനത്തിന് ഒരുവിനെ ഒരുക്കുന്നു. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും ഒരു നവീകരണമാണ് ഉപവാസത്തിലൂടെ ചെയ്യുന്നത്. സഭാപിതാവായ അപ്രയം പറയാണ്, നോമ്പുകാല പ്രാർത്ഥന എന്ന് പറയുന്നത്, നിൻ്റെ ദാസനായ എനിക്ക് ഒറിജിൻ പറയാതെ കർത്താവെ അപ്രയം പറയാണ്, എൻ്റെ ദാസനായ എനിക്ക് ശുദ്ധതയും എളിമയും ക്ഷമാശീലവും സ്നേഹവും നൽകണമേ. അല്ലേ? അപ്പോൾ ഈ ഉപവാസ പ്രാർത്ഥന അല്ലെങ്കിൽ പ്രായശ്ചിത്ത പ്രാർത്ഥന, നോമ്പ്, ഉപവാസം, വെള്ളിയാഴ്ച മാംസം വർജിക്കലൊക്കെ എന്തിനാണെന്ന് വെച്ചാൽ അതെന്താ, നമ്മുടെ ശുദ്ധത, എളിമ, ക്ഷമാശീലം, ദൈവസ്നേഹം ഞങ്ങൾക്ക് നൽകണമേ. നാഥ, എൻ്റെ തെറ്റുകൾ കാണാൻ എൻ്റെ കണ്ണുകൾക്ക് തുറപ്പിക്കണമേ. എൻ്റെ അയൽക്കാരനെ വിധിക്കാതിരിക്കുവാനും എനിക്ക് കൃപ നൽകണമേ. ഹല്ലേലൂയ. സഭാപിതാവായ അംബ്രോസ് പറയുന്ന പ്രകാരമാണ്, ആത്മാവിൻ്റെ ഭക്ഷണമാണ് ഉപവാസം. ഹല്ലേലൂയ. തെർത്തുല്യം പറയാണ്, ആദിമസഭയുടെ ദൈവത്തിൻ്റെ കൃപ സ്വീകരിക്കുന്നത് നമ്മെ ഒരുക്കുന്നത് ഉപവാസത്തിലൂടെയാണ്. ഹല്ലേലൂയ. ആദിമസഭയിലെ ദൈവത്തിൻ്റെ കൃപ സ്വീകരിക്കുന്നതിന് സഭ ഒരുക്കിയിരുന്നത് ഉപവാസത്തിലൂടെയാണ്. ആത്മാവിന് സുതാര്യത പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. മോസസിനെ പോലെ ദൈവത്തോട് തൊട്ടടുത്ത് നിൽക്കാനുള്ള ഒരു കൃപ നൽകുന്നു. അപ്പോൾ ഉപവസിക്കാത്ത ഒരാൾക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് സാധിക്കില്ല. ഹല്ലേലൂയ. എവാഗ്രിയൻ എന്ന് പറയുന്ന സഭാപിതാവ് പറയാണ്, ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നവൻ്റെ യാചനകൾ ഏറ്റവും ഉയരത്തിൽ പറക്കുന്നു. ഹല്ലേലൂയ. ഉപവസിക്കണോ? ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കുകയും ഉത്തരം നൽകുകയും ചെയ്യും. ഹല്ലേലൂയ. 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 അല്ല, മറ്റ് മതവിഭാഗങ്ങളിൽ നിന്നും മറ്റ് സമുദായങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഉപവാസമാണ്. എന്നാൽ വലിയ ബുദ്ധിമുട്ടുള്ളതുമല്ല, ചെയ്യാൻ എളുപ്പവുമാണ്. അല്ലേ? മാംസം വർജിക്കുക, ഹല്ലേലൂയ, അല്ലെങ്കിൽ മീൻ ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ മുട്ട ഉപേക്ഷിക്കുക, പാൽ ഉപേക്ഷിക്കുക. ഹല്ലേലൂയ. ചില മതസമുദായങ്ങൾ അവർ കഠിനമായ നോമ്പുകൾ എടുക്കുന്നുണ്ട്. രാവിലെ ഭക്ഷണം കഴിച്ച് വൈകിട്ട് ഭക്ഷണം കഴിക്കുക, പിന്നെ ഒന്നും കഴിക്കാതെ. അങ്ങനെയുള്ളൊരു ഉപവാസം നമ്മളോട് പ്രഖ്യാപിച്ചിട്ടില്ല. ഉണ്ടോ? എളുപ്പമായതുകൊണ്ടാണ് എടുക്കാൻ പറ്റാത്തത്. ഹല്ലേലൂയ. നമ്മൾ ആരും നിർബന്ധിക്കുകയില്ല. ആരെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ അവനെ ഇടിപ്പിക്കാതിരിക്കുകയും ചെയ്യും. ക്രൈസ്തവരുടെ വിശ്വാസം അതാണ്. മറ്റ് മതസമുദായം അങ്ങനെയല്ല, അവർ എടുക്കുകയും മറ്റുള്ളവരെ എടുക്കാൻ നിർബന്ധിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് മറ്റുള്ളവരെ നമ്മൾ ചെയ്യിപ്പിക്കാതിരിക്കുന്നത് വലിയ പാപമാണ്. മദ്യപാനം കഴിക്കുന്നത് പാപമാണ്. അതിലും വലിയ പാപമാണ് മദ്യപാനം വാങ്ങിക്കൊടുക്കുന്നത്. ഹല്ലേലൂയ. മദ്യപാനം വാങ്ങിക്കൊടുക്കുന്നതാണ് വലിയ പാപം. കാരണം എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, ഞാൻ കുടിക്കുന്നില്ലല്ലോ. ഷാപ്പിൽ വിൽക്കുന്നവർ പറയുന്നൊരു കാര്യമാണ്, ഞാൻ വിൽക്കുന്നുള്ളൂ, കുടിക്കുന്നില്ല. ഹല്ലേലൂയ. അപ്പോൾ കുടിക്കാൻ വരുന്നവർ അനേകർ കുടിച്ചു പോകുമ്പോഴൊന്നുണ്ടാവും അവരുടെ വീട്ടിലെല്ലാം പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഒരു വീട്ടിൽ 5 ആളാണെങ്കിൽ ഒരു ഷാപ്പിൽ ഒരു 100 ആൾ കുടിക്കേണ്ടെന്ന് വിചാരിച്ച്, അപ്പോൾ എത്ര ആളുടെ വീട്ടിൽ എത്ര ആൾക്ക് പ്രശ്നം ഉണ്ടാവും? 500 ഇല്ലേ? 100 ആൾക്കല്ലല്ലോ പ്രശ്നം. 100 ആൾ ചെന്നിട്ട് എന്താ ചെയ്യുന്നത്? ബാക്കിയുള്ളവരുടെ സമാധാനം, സന്തോഷവും നഷ്ടപ്പെടുത്തുക. ഹല്ലേലൂയ. 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 നോമ്പും ഉപവാസവും പ്രാർത്ഥനയും സ്വർഗത്തിലേക്കുള്ള ഗോണിപ്പടിയാണെന്ന് സഭാപിതാവ് പറയുന്നു. വലിയൊരു മലകയറ്റമാണ് പരലോകത്തിൻ്റെ
സന്തോഷത്തിലേക്കുള്ള ഒരു കയറ്റമാണ്. ആ ഉപവാസം എന്ന് പറയുന്നത് മലകയറ്റമാണ്. എന്താ, ആത്മീയ മേഖലയിലേക്കുള്ള ഒരു തിരിച്ചു നടവുക. അല്ലെങ്കിൽ നമ്മുടെ ജീവിതമാകുന്ന കൽഭരണികൾ ശൂന്യമാകുമ്പോൾ അതിനെ ദൈവകൃപ കൊണ്ട് നിറയ്ക്കുന്ന കാലഘട്ടമാണ് നോമ്പ് കാലഘട്ടം. അല്ലെങ്കിൽ നമ്മുടെ ജീവിതമാകുന്ന കൽഭരണികൾ ശൂന്യമാകുമ്പോൾ അതിനെ ശൂന്യമാകുക എന്ന് പറഞ്ഞാൽ ദൈവകൃപ നമ്മളിൽ നിന്നും നമുക്ക് നഷ്ടപ്പെടുമ്പോൾ, ദൈവത്തിൻ്റെ അഭിഷേകം നഷ്ടപ്പെടുമ്പോൾ, ദൈവത്തിൻ്റെ കൃപ ഇല്ലാതാകുമ്പോൾ എന്ത് ചെയ്യണം? ആ കൃപ നിറയ്ക്കുന്ന ഒരു കാലഘട്ടമാണ് ഏത് കാലഘട്ടം എന്ന് പറയുന്നത്? ഈ ഉപവാസം, പ്രാർത്ഥന, പ്രായശ്ചിത്തം, പ്രവൃത്തികൾ. നോമ്പും മാംസവർജനവും ഉപവാസവും പ്രാർത്ഥനയും ചേർന്ന് പോകുന്നതാണ്. അല്ലാതെ ഞാൻ പ്രാർത്ഥിക്കുന്നവനാണ്, ഞാൻ പരിഹാരം ചെയ്യുന്നവനാണ്, ഞാൻ ദാനധർമ്മം ചെയ്യുന്നവനാണ്, പക്ഷേ എനിക്ക് ഉപവാസം എടുക്കാൻ താല്പര്യമില്ല, അല്ലേ? രക്ഷപ്പെടുമോ? കാരണം എന്താ? കൽപ്പനയിൽ ഒരു കൽപ്പന ഏതാ? സഭ നമ്മോട് നിർദ്ദേശിക്കുന്ന ദിവസവും ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കണം, അല്ലേ? ഒരു പെൺകുട്ടിയെ എനിക്കറിയാം. അവളൊരു യൂത്ത് ധ്യാനത്തിന് വന്നു. യൂത്ത് ധ്യാനത്തിന് വന്ന് അവൾ തുടങ്ങിയ അവസരത്തിൽ തൊട്ട് ഈ ധ്യാനിപ്പിക്കുന്ന യുവാക്കളെ കമൻ്റ് അടിക്കാൻ തുടങ്ങി. ഈ മനുഷ്യന് വേറെ പണിയൊന്നുമില്ല, ചെറുപ്പക്കാരൻ, വചനം പറയുന്ന ആൾ എന്നാണ്. ഈ കൊച്ച് നിന്നുറങ്ങാൻ തുടങ്ങി, ഇരുന്നുറങ്ങാൻ തുടങ്ങി. അപ്പോൾ കുമ്പസാരത്തിൻ്റെ ദിവസം കുമ്പസാരിപ്പിച്ചു, പിറ്റേ ദിവസം കുമ്പസാരിച്ചു, മൂന്നാമത്തെ ദിവസം അവൾ അവസാനം പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ എൻ്റെ വീട്ടിൽ, അവൾ പറഞ്ഞു, ഞാൻ മദർ തെരേസയെ പോലെ ആകാൻ ശ്രമിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഉപവാസം, പ്രാർത്ഥന, നോമ്പ് ഇങ്ങനെയൊന്നും അറിഞ്ഞില്ല. ഞാൻ പഠിച്ചത് വേറൊരു മതവിഭാഗത്തിൻ്റെ അടുത്താണ്. അവരുടെ 23 നോമ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. 23 നോമ്പ്. അത് പുലർച്ചയ്ക്ക് കഴിച്ചാൽ പിന്നെ വൈകിട്ടാണ് കഴിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ കൊച്ച് ഈ നഴ്സിംഗ് പഠിച്ചത് അവിടെ മതവിഭാഗത്തിൻ്റെ ഒരു സ്ഥാപനത്തിലാണ്, അവരുടെ ഒരു ഹോസ്റ്റലിലാണ് നിന്നത്. അപ്പോൾ അവരുടെ കുട്ടികളെല്ലാം നോമ്പെടുക്കുമ്പോൾ അവർ ഈ പെൺകുട്ടിയെ നിർബന്ധിക്കുമായിരുന്നു, അല്ലെങ്കിൽ നോമ്പെടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് നിർബന്ധിക്കുമായിരുന്നു. അതുകൊണ്ട് 23 ദിവസം ഇവൾ ആ നോമ്പെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവൾ പറഞ്ഞത് പ്രകാരമാണ്: എൻ്റെ വീട്ടിൽ ഞാൻ ഒരു ദിവസം പോലും ഉപവാസം എടുത്തിട്ടില്ല. ഉപവാസം എടുക്കുന്നത് ആകെ എൻ്റെ വീട്ടിൽ വിഭൂതി തിങ്കളാഴ്ചയും ദുഃഖ വെള്ളിയാഴ്ചയാണ്. അന്ന് ഭക്ഷണം വെച്ചിക്ക് ഞാൻ കഴിച്ചേനെ. കാരണം അമ്മ വെക്കില്ല, എൻ്റെ വീട്ടിൽ അമ്മ വെക്കില്ല, അതുകൊണ്ട് എനിക്ക് ഭക്ഷണം കിട്ടില്ല. ആ കൊച്ചിന് ബോധ്യം വന്നപ്പോൾ അവൾ പറഞ്ഞൊരു കാര്യമാണ്: എനിക്കൊരു മദർ തെരേസയെ പോലെ ശുശ്രൂഷ ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട്. നമ്മുടെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ന് നമുക്കറിയാം, കുട്ടി വീട്ടിൽ മരിച്ചു കഴിഞ്ഞാൽ 3-ൽ നോമ്പറക്കുന്നവരുണ്ട്, അല്ലേ? 3-ാമത്തെ ദിവസം. എൻ്റെ ഇടവയിലുണ്ടായ സംഭവമാണ്. ഒരു അത്യാഹിത മരണം സംഭവിച്ചിട്ട് അവരെ ഒരു വിവാഹം നടക്കാനുണ്ടായി. അവർ 3-ാമത്തെ ദിവസം 30, 35, 40 വയസ്സായി മരിച്ചത്. ആ അപ്പനും അമ്മയും ഇരിപ്പുണ്ട്. അവർ ആ നോമ്പ് ഇറക്കിയിട്ട് വിവാഹം നടത്തി. കാരണം എന്താ? ഇറച്ചി മീനും ഇല്ലാതെ കല്യാണം നടക്കാൻ പാടില്ല. കാരണം അത് എഴുതി വെച്ചിരിക്കുക. ആരാണ്? സഭയാണോ? അല്ല, മനുഷ്യരെ എഴുതി വെച്ചിരിക്കുക. ഞാൻ ചെന്ന് പറഞ്ഞു, നമുക്ക് പച്ചക്കറി എടുത്ത് കല്യാണം നടത്താം, അല്ലെങ്കിൽ ഡേറ്റ് മാറ്റാം, അല്ലേരിയാം. പല ആളുകൾ അവരെ നിർദ്ദേശിച്ചു. അവർ പറഞ്ഞു, കല്യാണം നടക്കുന്ന ഡേറ്റിൽ തന്നെ നടക്കുന്ന എങ്ങനെയായിരിക്കും? 3-ാമത്തെ ദിവസം നോമ്പ് ഞങ്ങൾ മുറിച്ച്. കാരണം ആ മരിച്ച മനുഷ്യന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ കിട്ടുന്ന ഒരവസരമാണ് 40 ദിവസം, അല്ലേരിയാ. 40 ദിവസം പ്രാർത്ഥിച്ച് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കണം. കാരണം എന്താ? ഒരു കുടുംബത്തിൽ അപ്പനും അമ്മയും ഇരിക്കുമ്പോൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം, അത് അത്യാഹിത മരണങ്ങളാണ്. ആ കുടുംബത്തിൽ ഒരിക്കലും ഒരു സദ്യ നടത്തില്ല. ഇന്ന് അങ്ങനെയുള്ള ചിന്തകളോ അങ്ങനെയുള്ള കാര്യങ്ങളോ മാറിക്കഴിഞ്ഞു. കാരണം നോമ്പെടുത്ത് മരിച്ചു കഴിഞ്ഞാൽ 7 ദിവസം കൊണ്ട് നോമ്പ് നോക്കുക, അല്ലെങ്കിൽ 10 ദിവസം നോക്കുക, 12 ദിവസം നോക്കുക. 40 ദിവസം എന്ന് പറയുന്നത് ഒരു നീണ്ടൊരു അവസ്ഥയാണ്, അല്ലേ? എൻ്റെ അമ്മ മരിക്കുന്നത് ഡിസംബർ മാസം 26-നാണ്. നോമ്പ് തീർന്നു കഴിഞ്ഞപ്പോഴാണ് നോമ്പ് തുടങ്ങുന്നത്, അല്ലേ? അമ്മ ഞങ്ങൾ വീട്ടിൽ ക്രിസ്മസൊക്കെ ആഘോഷിച്ച് ഭക്ഷണം കഴിച്ച്, അമ്മയും ഭക്ഷണം കഴിച്ച് കിടന്നു. പുലർച്ചയ്ക്ക് ഒരു 12:30 ആയ സമയത്ത് ചേട്ടൻ്റെ കൊച്ചു നോക്കുമ്പോൾ അമ്മ മരിക്കുകയാണ്. വീട്ടിലുണ്ടാക്കി വെച്ച എല്ലാ സാധനങ്ങളും എന്ത് ചെയ്തു? ഞാൻ അയൽക്കത്തേക്ക് കൊടുത്തു. വീണ്ടും ഞങ്ങൾ 40 ദിവസം എടുത്തു, ഉപവാസം എടുത്തു. അപ്പം മരിക്കുന്നത് നോമ്പിലാണ്, വലിയ നോമ്പിലാണ്. മാർച്ച് മാസം 4. ഈസ്റ്റർ കഴിഞ്ഞപ്പോഴും എൻ്റെ നോമ്പ്
കണ്ടിന്യൂ ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം എന്താ? എൻ്റെ മാതാപിതാക്കന്മാരുടെ സ്വത്തെന്ന് പറയുന്നത് എൻ്റെ ശരീരമാണ്. നിങ്ങളുടെ മാതാപിതാക്കന്മാരുടെ സ്വത്തെന്ന് പറയുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ശരീരമാണ്. അതിന് അപ്പോൾ നമ്മൾ ആ ശരീരം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ മാതാപിതാക്കന്മാർക്ക് വേണ്ടി 40 ദിവസം ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കാനുള്ള ബാധ്യതയും കടമയും നമുക്കുണ്ട്, ഇല്ലേ? ഹല്ലേലൂയ. അവരെ സ്വർഗപ്രാപ്തി എന്നാലുണ്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത ഉപവാസവും പ്രാർത്ഥനകളെല്ലാം കൃപയായിട്ട് നമുക്ക് സ്വർഗത്തിൽ നിന്ന് കിട്ടും. ഹല്ലേലൂയ. അതുകൊണ്ട് നോമ്പെടുത്ത് ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കണമെന്ന് നിങ്ങളെ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. കാരണം എന്താ? 13 കാര്യങ്ങളാണ്. ഒന്ന്, നീ തലമുറകളുടെ അസ്ഥിവാരം നീ പണിതുയർത്തും. ബാക്കി ഒന്നും ഞാൻ പറയുന്നില്ല. നിരന്തരം പരിപാലിക്കും, സമൃദ്ധിയിലും ബലപ്പെടുത്തും, അതൊന്നല്ല. അനേകം തലമുറയുടെ അസ്ഥിവാരങ്ങൾ നീ പണിതുയർത്തും. വീണ്ടും പറയാം, പൊളിഞ്ഞ മതിലുകൾ നീ പുനരുദ്ധരിക്കും. വീണ്ടും പറയാണ്, ഭവനങ്ങളുടെ കേടുപോക്കുന്നവനെന്ന് നീ വിളിക്കപ്പെടും. അങ്ങനെ നീ ചെയ്യുന്നതിലൂടെ നീ കർത്താവിൽ ആനന്ദം കണ്ടെത്തും. 40 ദിവസം എൻ്റെ അപ്പന് വേണ്ടിയും എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയും എൻ്റെ ചേട്ടന്മാർക്കും ചേച്ചിമാർക്ക് വേണ്ടിയും എനിക്ക് എൻ്റെ കുടുംബത്തിൽ മരിച്ചുപോയ മക്കൾക്ക് വേണ്ടി ഞാൻ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്നതിലൂടെ അവർ സ്വർഗത്തിൽ എത്തുമ്പോൾ എനിക്ക് വലിയ ആനന്ദവും വലിയ സന്തോഷവും ഉണ്ടാകും. ഹല്ലേലൂയ. അല്ലെങ്കിൽ എന്തുണ്ടാവും? ഈ 40 ദിവസം നോക്കാതെ കിട്ടിയ സമയങ്ങളിൽ ഇറച്ചി മീനൊക്കെ കഴിച്ച് എല്ലാ ആഴ്ചയിലും കൊളസ്ട്രോള് ചെക്ക് ചെയ്യാൻ പോകണം. ഹല്ലേലൂയ. കുറേ നാൾ കഴിയുമ്പോൾ എന്തുണ്ടാവും? ഈ ശരീരം എന്തായിട്ട് മാറും? ഇൻസുലിൻ കുത്തുന്ന ശരീരമായിട്ട് മാറും. ഹല്ലേലൂയ. നമ്മളൊക്കെ പഴയ കാലത്ത് ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ പോകുമ്പോഴേക്ക് എത്രയോ കരച്ചിലുകളുണ്ട്. അപ്പോൾ ഉപവാസം ശരീരത്തിനും ആത്മാവിനും ഉള്ളൊരു നിയന്ത്രണം കൊണ്ടുവരിക. നമ്മുടെ അധരത്തിനും നമ്മുടെ ഉദരത്തിനുമുള്ള ഒരു നിയന്ത്രണം കൊണ്ടുവരിക. ശരീരം മുഴുവനുമുള്ളൊരു കണ്ണ്, നാക്ക്, ചുണ്ട്, ഹൃദയം, ഉദരം എല്ലാത്തിനുമുള്ള. കാരണം എന്താ? നമ്മൾ ഈ വസ്തുക്കൾ കഴിച്ചാൽ പന്നിയോ പശുവോ പോത്തോ തിന്ന് കുറച്ച് നാഴം കഴിയുമ്പോൾ പശുവിൻ്റെ സ്വഭാവം വരും. ഇപ്പോൾ നമ്മുടെ പിള്ളേരുടെ സ്വഭാവം എന്താ? പള്ളിയിൽ പോകാൻ പറഞ്ഞാൽ പള്ളിയിൽ പോകില്ല, അല്ലേ? രാവിലെ എഴുന്നേറ്റ് പോകാൻ പറഞ്ഞാൽ അവർ നല്ല AC ഒക്കെ ഇട്ട് കിടന്നു കൊടുക്കും. കാരണം എന്താ? പശുവിനോ പട്ടിക്കോ പോത്തിനോ പള്ളിയിൽ പോകണമെന്നൊരു നിർബന്ധം ഇല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം എന്താ? നമ്മൾ ഇങ്ങനെയുള്ള ആത്മീയ മേഖല, ഞാനത് പറയുന്നതിൻ്റെ കാരണം, നിങ്ങൾ മക്കളെ പഠിപ്പിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ശുദ്ധീകരണ സ്ഥലത്തിൽ സങ്കടം അനുഭവിക്കേണ്ടി വരും. കാരണം അത് ആരെങ്കിലും പരിഹാരം ചെയ്താൽ മാത്രമേ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് മോശപ്രാപ്തി കിട്ടുള്ളൂ. നമ്മൾ വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുകയാണ്. വലിയ നോമ്പെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ പുനരുദ്ധരിക്കാൻ വേണ്ടി നീ എന്നെ ഉപകരണമാക്കണമേ. കണ്ണുകളടച്ച് കരങ്ങളൊന്ന് ഉയർത്ത്. എൻ്റെ ദൈവമേ, എൻ്റെ തകർന്നുകൊണ്ടിരിക്കുന്ന എൻ്റെ തലമുറയെ പണിതുയർത്താൻ നീ എന്നെ ഉപകരണമാക്കണമേ കർത്താവേ. കർത്താവായ ദൈവമേ, എൻ്റെ വീടിൻ്റെ ഭവനത്തിൻ്റെ കേടുപോക്കുവാനായിട്ട് നീ എന്നെ പണിതുയർത്തണമേ കർത്താവേ. കർത്താവായ ദൈവമേ, പൊളിഞ്ഞുകൊണ്ടിരിക്കുന്ന എൻ്റെ കുടുംബത്തിൻ്റെ വേലികൾ, മതിലുകൾ പുനരുദ്ധരിക്കാനുള്ള ഒരു ഉപകരണമാക്കി നീ എന്നെ മാറ്റണമേ കർത്താവേ. കണ്ണുകളടച്ച് കരങ്ങളൊന്ന് ഉയർത്തി ഒന്ന് ശ്രദ്ധിക്കട്ടെ. കണ്ണുകൾ ഉയർത്തി മനസ്സ് തുറന്ന് കർത്താവേ ഞങ്ങളെ ആരാധിക്കുന്നു, കർത്താവേ ഞങ്ങളെ സ്തുതിക്കുന്നു. നോമ്പ്, ഉപവാസം, പ്രാർത്ഥന, പ്രായശ്ചിത്തം, പാപപരിഹാരം ചെയ്യാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണം.